2015 ജൂൺ 14 മിസൗറി സ്റ്റേറ്റിലെ സ്പ്രിംഗ്ഫീൽഡ് സിറ്റി. ജിപ്സി ബ്ലഞ്ചാർഡ് എന്ന പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ദാറ്റ് ബിച്ച് ഈസ് ഡെഡ് എന്നായിരുന്നു ആ പോസ്റ്റിൽ എഴുതിയിരുന്നത്. ശരീരം തളർന്ന് വീൽചെയറിന്റെ സഹായത്തോടെ ജീവിതം തള്ളി നിൽക്കുന്ന 24 വയസ്സുകാരിയായിരുന്നു ജിപ്സി. അവളുടെ അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെയൊരു പോസ്റ്റ് വന്നത് അവളുടെ സുഹൃത്തുക്കളെ ആശയക്കുഴപ്പത്തിലാക്കി. എന്താണ് നിനക്ക് സംഭവിച്ചത്, നിന്റെ FB അക്കൗണ്ട് ഹാക്കായോ എന്നെല്ലാം ചോദിച്ച് നിരവധി ഫ്രണ്ട്സ് അവളുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തു തുടങ്ങി. അതിലൊരു കമന്റിന് ജിപ്സിയുടെ അക്കൗണ്ടിൽ നിന്നും റിപ്ലൈ വന്നതാണ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചത്. ഈ പ്രൊഫൈലിന്റെ ഉടമയായ പെൺകുട്ടിയുടെ അമ്മയെ ഞാൻ കൊന്നുവെന്നും അതിനുശേഷം ആ പെൺകുട്ടിയുമായി ഞാൻ സെക്സിൽ ഏർപ്പെട്ടു എന്നെല്ലാം പറഞ്ഞാണ് റിപ്ലൈ വന്നത്. ഉടനെ തന്നെ ജിപ്സിയുടെ അയൽവാസികളും ഫ്രണ്ട്സുമെല്ലാം അവളുടെ വീട്ടിലെത്തി. വീട് പൂട്ടിക്കിടക്കുകയാണ്. ജിപ്സിയുടെ അമ്മയായ DD ബ്ലഞ്ചാർഡിന്റെ കാർ പുറത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അവർ അകത്ത് തന്നെ ഉണ്ടാവുമെന്ന് ചിന്തിച്ച് അയൽവാസികൾ കോളിംഗ് ബെല്ലടിച്ച് കാത്തുനിന്നെങ്കിലും ആരും തന്നെ ഡോർ തുറന്ന് പുറത്തു വന്നില്ല. ജനാലകളിലെല്ലാം പ്രൊട്ടക്റ്റീവ് ഫിലിം ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് അകത്തെന്താണ് നടക്കുന്നത് എന്ന് പുറത്തു നിൽക്കുന്നവർക്ക് കാണാനും കഴിയില്ല. ഇതോടെ അയൽവാസികൾ പോലീസിൽ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് ഡോർ തകർത്ത് അകത്ത് കയറിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു അവരെ കാത്തിരുന്നത്. 48 വയസ്സുള്ള DD ബ്ലഞ്ചാർഡ് എന്ന സ്ത്രീയെ ആരോ അതിക്രൂരമായി കൊന്നുകളഞ്ഞിരിക്കുന്നു. കൊലപാതകം നടന്നിട്ട് 4 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവുമെന്നുള്ളതായിരുന്നു പോലീസുകാരുടെ പ്രാഥമിക നിഗമനം. ബെഡ്റൂമിനകത്തുള്ള കബോർഡിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. വീട് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിനെല്ലാം പുറമെ DD ബ്ലഞ്ചാർഡിന്റെ 24 വയസ്സുള്ള മകൾ ജിപ്സിയെ ആ വീട്ടിൽ എവിടെയും കാണുന്നില്ല. ശരീരം തളർന്നു കിടക്കുന്ന അവളുമായി സെക്സിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാണ് FB പോസ്റ്റിന് റിപ്ലൈ വന്നത്. ഇതോടെ കില്ലർ DDയെ കൊന്ന് വീട് കൊള്ളയടിക്കുകയും ജിപ്സിയെ റേപ്പ് ചെയ്തതിനു ശേഷം അവളെയും കൊണ്ട് കടന്നു കളഞ്ഞിരിക്കുകയാണ് എന്നും മനസ്സിലായി. എന്നാൽ കില്ലർ എന്തിനു വേണ്ടിയാണ് ജിപ്സിയെ കടത്തിക്കൊണ്ടുപോയത് എന്ന് വ്യക്തമല്ല. ആരായിരുന്നു കൊല ചെയ്യപ്പെട്ട DD ബ്ലഞ്ചാർഡ്? എന്തിനു വേണ്ടിയായിരുന്നു തളർന്നു കിടന്ന ജിപ്സിയെ കില്ലർ തട്ടിക്കൊണ്ടുപോയത്? 2015 സ്പ്രിംഗ്ഫീൽഡിൽ നടന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. മെയ് 3 ലൂസിയാനയിൽ ജനിച്ച ക്ലോഡിൻ പിട്രയെ വീട്ടിൽ വിളിച്ചിരുന്ന പേരായിരുന്നു DD. ആന്റണി പിട്രെ സീനിയറിന്റെയും എമ്മ ലൂയിസിന്റെയും 5 മക്കളിൽ ഇളയ മകളായിരുന്ന DD ചെറുപ്പം മുതൽ തന്നെ അച്ചടക്കമില്ലാതെ പെരുമാറുകയും ബന്ധുക്കളുടെ വീടുകളിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ പാരന്റ്സിന്റെ നിരന്തരമായുള്ള ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചാണ് DD വളർന്നു വന്നത്. എമ്മ ലൂയിസിനെ, അതായത് DDയുടെ അമ്മയെ അവൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്ന് കുടുംബക്കാർക്കെല്ലാം നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് എമ്മ മരണപ്പെട്ടപ്പോൾ DDയെ എല്ലാവരും സംശയിച്ചത്. വളരെ നാൾ സുഖമില്ലാതെ കിടന്നതിനു ശേഷമാണ് എമ്മ മരണപ്പെട്ടത്. എന്നാൽ DD ഭക്ഷണത്തിൽ നേരിയ തോതിൽ വിഷം കലർത്തി കൊടുത്ത് പതിയെ എമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ് എന്നായിരുന്നു കുടുംബക്കാരുൾപ്പെടെ സംശയിച്ചിരുന്നത്. പക്ഷേ അതിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. 23 വയസ്സുള്ളപ്പോൾ ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടിയ റോഡ് ബ്ലഞ്ചാർഡുമായി DD അടുപ്പത്തിലാവുകയും 1990 അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. DDയേക്കാൾ 6 വയസ്സ് കുറവായിരുന്നു റോഡ് ബ്ലഞ്ചാർഡിന്. അവരുടെ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടു നിന്നില്ല. ഇരുവർക്കും ജിപ്സി ബ്ലഞ്ചാർഡ് എന്ന മകൾ ജനിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവർ ഡിവോഴ്സായി. പിന്നീട് സിംഗിൾ മദറായിട്ടായിരുന്നു DD ജീവിച്ചത്. ജിപ്സി ജനിച്ചതിനു ശേഷം അവളെ വളർത്തിക്കൊണ്ടുവരാൻ DD നന്നായി കഷ്ടപ്പെട്ടിരുന്നു. കാരണം 3-ാം മാസം മുതൽ തന്നെ ജിപ്സിക്ക് അസുഖങ്ങൾ വന്നു തുടങ്ങി. ശ്വാസതടസ്സമുണ്ടാക്കുന്ന സ്ലീപ്പ് അപ്നിയയാണ് ആദ്യം വന്നത്. പിന്നീട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത പല അസുഖങ്ങളും ജിപ്സിയെ ബാധിച്ചു, ക്രോമസോം ഡിസോർഡർ ഉൾപ്പെടെ. ജിപ്സിയെ തനിയെ വിട്ട് ജോലിക്ക് പോവാൻ പോലും DDക്ക് കഴിയാതായതോടെ അച്ഛൻ ആന്റണി പിട്രയുടെ കൂടെ പോയി താമസിക്കാൻ DD തീരുമാനിച്ചു. ഭാര്യ എമ്മ ലൂയിസിന്റെ മരണശേഷം ആന്റണി വേറെ വിവാഹം കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ DD തന്റെ മകളുമായി അച്ഛന്റെ വീട്ടിലെത്തിയപ്പോൾ സ്റ്റെപ്പ് മദറായ ലോറയും അവിടെ ഉണ്ടായിരുന്നു. വയ്യാത്ത മകളുമായി ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന DDയെ ആ വീട്ടിൽ താമസിപ്പിക്കുന്നതിന് ലോറ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. അവർ 4 പേരും ചേർന്ന് വളരെ സന്തോഷത്തോടെ തന്നെയാണ് ആ വീട്ടിൽ ജീവിച്ചിരുന്നത്. എന്നാൽ ജിപ്സിക്ക് 8 വയസ്സാവുന്നതുവരെയേ ആ സന്തോഷമുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ജിപ്സി ഗ്രാൻഡ് ഫാദർ ആന്റണിയുമായി ബൈക്കിൽ യാത്ര ചെയ്യവേ ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയും പരുക്കുപറ്റിയ ജിപ്സി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. ഒരു മൈനർ ആക്സിഡന്റ് ആണ് നടന്നതെങ്കിലും DD ജിപ്സിയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുവന്നത് ഒരു വീൽ ചെയറിലിരുത്തിയായിരുന്നു.
അവൾക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്നൊരു അസുഖമാണെന്നും ശരീരം തളർന്നു പോയതിനാൽ ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, ജീവിതകാലം മുഴുവൻ വീൽ ചെയറിന്റെ സഹായം വേണമെന്നും ഡീഡി പറഞ്ഞപ്പോൾ ആന്റണിയും ലോറയും ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടത്. തങ്ങളുടെ മുന്നിൽ ഇത്രനാളും കളിച്ചു ചിരിച്ചു നടന്ന ജിപ്സി ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്ന വാർത്ത അവരെ ശരിക്കും തളർത്തി കളഞ്ഞു. എന്നാൽ ഡീഡി തളർന്നില്ല. തന്റെ മകൾക്ക് എങ്ങനെയെങ്കിലും നല്ല ചികിത്സ ലഭ്യമാക്കണമെന്ന ഉറച്ച മനസ്സോടെ അവൾ ജീവിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. ഡീഡിയുടെ സ്റ്റെപ്പ് മദറായ ലോറയ്ക്ക് തുടർച്ചയായി അസുഖങ്ങൾ വരാൻ തുടങ്ങി. എപ്പോഴൊക്കെ ഡീഡി ഭക്ഷണം പാചകം ചെയ്യുന്നോ അപ്പോഴെല്ലാം ലോറയ്ക്ക് അസുഖം വരും. ഒരു ഘട്ടത്തിൽ അസുഖം വിട്ടുമാറാതെ ലോറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഇതോടെ എല്ലാവർക്കും ഡീഡിയെ സംശയമായി. കാരണം ഓൾറെഡി സ്വന്തം അമ്മയെ ഡീഡി വിഷം കൊടുത്തു കൊന്നതാണ് എന്നുള്ള ആക്ഷേപമുണ്ട്. ഇപ്പോൾ രണ്ടാനമ്മയെയും കൊന്ന് സ്വത്ത് തട്ടിയെടുക്കാനാണ് ഡീഡി ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും സംശയം. ലോറയും ആന്റണിയും ഉൾപ്പെടെ ഡീഡിയെ സംശയിച്ചു തുടങ്ങിയതോടെ ഡീഡി ജിപ്സിയുമായി ആ വീട് വിട്ടിറങ്ങി. ന്യൂ ഓർലൻസിലേക്കാണ് ഡീഡി ജിപ്സിയുമായി പോയത്. അവിടെ ഗവൺമെന്റിന്റെ പബ്ലിക് ഹൗസിംഗ് സ്കീം പ്രകാരം അവർക്ക് താമസിക്കാനായി ഒരു വീട് ലഭിച്ചു. അതുപോലെ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം പരിഗണിച്ച് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന ചെറിയൊരു തുകയും ചൈൽഡ് സപ്പോർട്ട് പേയ്മെന്റായി എക്സ് ഹസ്ബൻഡിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവനാംശവും വെച്ചായിരുന്നു ഡീഡിയുടെയും ജിപ്സിയുടെയും ജീവിതം മുന്നോട്ട് പോയിരുന്നത്. കഷ്ടപ്പെട്ടാണെങ്കിലും ജിപ്സിയെ ഡീഡി നിരവധി ഹോസ്പിറ്റലുകളിൽ കാണിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവൾക്ക് പലവിധ അസുഖങ്ങൾ വരുന്നതല്ലാതെ ഒന്നും കുറയുന്നില്ല. നിരവധി സർജറികൾക്ക് വിധേയമാക്കപ്പെട്ട ജിപ്സിക്ക് കേൾവിശക്തിയും കാഴ്ചശക്തിയുമെല്ലാം കുറഞ്ഞു വന്നു. അതിന് പരിഹാരം കാണുമ്പോഴേക്കും അടുത്ത അസുഖങ്ങൾ വരും. ഇങ്ങനെ അവർ ജീവിക്കാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 2005 ഓഗസ്റ്റിൽ കത്രീന ചുഴലിക്കാറ്റ് ന്യൂ ഓർലിൻസിൽ നാശനഷ്ടങ്ങൾ വിതച്ചത്. അതിൽ ഇവർ താമസിച്ച വീടും തകർന്നു. ഭാഗ്യം കൊണ്ടാണ് രണ്ടുപേർക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. ജിപ്സിയുടെ മെഡിക്കൽ റെക്കോർഡ്സ് മുഴുവൻ നഷ്ടപ്പെട്ടത് അവളുടെ തുടർ ചികിത്സയെ കാര്യമായി ബാധിച്ചു. 2008ഓടെ ഡീഡിയും ജിപ്സിയും സ്പ്രിംഗ്ഫീൽഡിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ചാണ് ജിപ്സിക്ക് വിചിത്രമായ മറ്റൊരസുഖം പിടിപെട്ടത്. അവളുടെ വായിലൂടെ തുടർച്ചയായി ഉമിനീരൊഴുകി വരുന്നതായിരുന്നു അസുഖം. അതിന് ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ സൈഡ് എഫക്ട്സ് കാരണം ജിപ്സിയുടെ പല്ലുകൾ മുഴുവൻ നഷ്ടമായി തുടങ്ങി. ജിപ്സിക്ക് 18 വയസ്സായപ്പോൾ തന്നെ അവളെ കാണാൻ വയസ്സായ സ്ത്രീകളെ പോലെയുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ ജിപ്സിക്ക് ഓർമ്മ നഷ്ടപ്പെടാനും തുടങ്ങി. ഒരു ദിവസം ജിപ്സിയുടെ 18th ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നതിനായി അവളുടെ അച്ഛൻ റോഡ് ബ്ലഞ്ചാർഡ് വിളിച്ചപ്പോൾ ജിപ്സി ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം അന്ന് തന്റെ 16th ബർത്ത്ഡേ ആണെന്നാണ് അവൾ കരുതിയിരുന്നത്. അങ്ങനെ വയസ്സ് പോലും മറന്നുപോകുന്ന അവസ്ഥയിലൂടെയായിരുന്നു ജിപ്സി കടന്നുപോയിരുന്നത്. ജിപ്സിക്ക് 20 വയസ്സായതോടെ അവൾക്ക് ശ്വാസതടസ്സം രൂക്ഷമാവുകയും ഫുൾ ടൈം ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കേണ്ട അവസ്ഥയിലെത്തുകയും ചെയ്തു. കഴിഞ്ഞ 20 വർഷമായി സ്വന്തം മകളെ വെച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡീഡിയെക്കുറിച്ചുള്ള വാർത്തകൾ ചില TV ഷോകളിൽ വന്നതോടെ ഡീഡിയും ജിപ്സിയും അമേരിക്കയിൽ ഫേമസ് ആയി. ജിപ്സിയുടെ ചികിത്സാ ചിലവുകൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വന്നു. ഇതോടെ സഹായങ്ങൾ സ്വീകരിക്കാനായി ഡീഡി പുതിയൊരു അക്കൗണ്ട് എടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ഡോളറുകളാണ് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. ഇത് ഡീഡിയുടെയും ജിപ്സിയുടെയും തുടർന്നുള്ള ജീവിതം സുഗമമാക്കി. ജിപ്സി പോവാൻ ആഗ്രഹിച്ച പല സ്ഥലങ്ങളിലേക്കും ഡീഡി അവളുമായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ എല്ലാം വാങ്ങി നൽകി. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2015 ജിപ്സിക്ക് 24 വയസ്സുള്ളപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത്. ജിപ്സിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ആ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും അതിനെ തുടർന്ന് പോലീസ് അവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് ഡീഡി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നതും ജിപ്സിയെ കില്ലർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതും അറിഞ്ഞത്. ഫോറൻസിക് ടീം ക്രൈം സീനിൽ നിന്നും തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് 4 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ജൂൺ 10 തന്നെ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4 ദിവസമായി ജിപ്സി കില്ലറിന്റെ കസ്റ്റഡിയിലാണ്. അവൾ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇനി ജിപ്സി മരിക്കാതെ കില്ലറിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ടെങ്കിൽ അവൾ നരകവേദന അനുഭവിക്കുന്നുണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ആ വീട്ടിൽ നിന്നും വീൽ ചെയറോ ഓക്സിജൻ സിലിണ്ടറോ ഒന്നും എടുക്കാതെയാണ് കില്ലർ അവളുമായി കടന്നു കളഞ്ഞിരിക്കുന്നത്. ഉടനെ തന്നെ കൊലപാതകത്തിനും കിഡ്നാപ്പിംഗിനും കേസെടുത്ത പോലീസ് ജിപ്സിയെ കണ്ടെത്താനായി തിരച്ചിൽ ഊർജിതമാക്കി. ജിപ്സിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലീസ് സൈബർ ടീം വിശദമായി പരിശോധിച്ചു. പ്രധാനമായും ചാറ്റ് ഹിസ്റ്ററി. അങ്ങനെയാണ് നിക്കോളാസ് എന്നൊരു വ്യക്തിയുമായി ജിപ്സി വളരെ നാളായി ചാറ്റ് ചെയ്തു വരുന്നുണ്ട് എന്നും അവരുടെ ചാറ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇരുവരും ഇഷ്ടത്തിലായിരുന്നുവെന്നും മനസ്സിലായത്. ജിപ്സിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസുകാർക്ക് ഒരു CCTV ഫുട്ടേജ് ലഭിച്ചു. ജൂൺ 12 ഒരു ലോക്കൽ ബസ് സ്റ്റേഷനിലുള്ള CCTVയിൽ പതിഞ്ഞ ഫുട്ടേജ് ആയിരുന്നു അത്. അതായത് ഡീഡി കൊല ചെയ്യപ്പെട്ട് 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഫുട്ടേജ്. അതിലെ വിഷ്വൽസ് കണ്ടതും എല്ലാവരും ഞെട്ടി.
കാരണം ഫേസ്ബുക്കിൽ ജിപ്സിയുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന നിക്കോളാസ് ജിപ്സിയുമായി ആ ബസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും ടിക്കറ്റ് വാങ്ങിയതിനു ശേഷം ഒരു ബസ്സിൽ കയറി പോകുന്നതുമാണ് ആ വിഷ്വൽസിലുള്ളത്. ഇതിൽ എല്ലാവരെയും ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 16 വർഷമായി വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത ജിപ്സിയാണ് ഒരാളുടെയും സഹായമില്ലാതെ ഓക്സിജൻ സിലിണ്ടർ പോലുമില്ലാതെ 2 വലിയ ബാഗുകളുമായി നിക്കോളാസിനോടൊപ്പം നടന്നു പോകുന്നത്. ഇതേ സമയം ജൂൺ 14 ജിപ്സിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ആ പോസ്റ്റ് അപ്ലോഡായ ലൊക്കേഷൻ പോലീസ് സൈബർ ടീം കണ്ടെത്തി. അത് നിക്കോളാസിന്റെ വീടായിരുന്നു. ഉടനെ തന്നെ ആ വീട്ടിലെത്തിയ പോലീസ് നിക്കോളാസിനെ അറസ്റ്റ് ചെയ്തു. ആ വീട്ടിൽ നിന്നും ജിപ്സിയെയും കണ്ടെത്തി. ചോദ്യം ചെയ്യലിനിടെ ഡിഡിയെ കൊന്നത് ഞാൻ തന്നെയാണെന്ന് നിക്കോളാസ് കുറ്റസമ്മതം നടത്തി. എന്നാൽ ഡിഡിയെ കൊല്ലാൻ തനിക്ക് നിർദ്ദേശം നൽകിയത് ജിപ്സിയാണെന്നുള്ള ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ കൂടി നിക്കോളാസ് നടത്തി. ജിപ്സിയെയും നിക്കോളാസിനെയും പോലീസ് തുടർന്നും ചോദ്യം ചെയ്തതോടെയാണ് അമേരിക്കയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു ഫേക്ക് സ്റ്റോറി പുറം ലോകമറിഞ്ഞത്. നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. വർഷങ്ങളോളം വീൽ ചെയറിലിരുന്ന് ജീവിതം തള്ളി നീക്കിയിരുന്ന ജിപ്സിക്ക് സമയം പോകുന്നതിന് ഏക ആശ്രയമായിരുന്നത് ഇന്റർനെറ്റാണ്. യൂട്യൂബിൽ വീഡിയോകൾ കണ്ടും ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളോട് ചാറ്റ് ചെയ്തുമായിരുന്നു അവൾ സമയം ചിലവഴിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ 2012 ഒരു ഡേറ്റിംഗ് സൈറ്റിൽ വെച്ച് നിക്കോളാസ് ഗോഡജോൺ എന്നൊരു വ്യക്തിയെ ജിപ്സി പരിചയപ്പെട്ടു. അനധികൃതമായി ആയുധം കൈവശം വെച്ച കേസിലെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു നിക്കോളാസ്. കൂടാതെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ തുടങ്ങിയ മാനസിക രോഗങ്ങളും അവനുണ്ടായിരുന്നു. നിരവധി ശാരീരിക വെല്ലുവിളികൾ അനുഭവിക്കുന്ന ജിപ്സിയോട് നിക്കോളാസിനുണ്ടായ സഹതാപം പെട്ടെന്ന് പ്രണയമായി മാറി. നിക്കോളാസിന്റെ സ്നേഹവും കരുതലുമെല്ലാം ജിപ്സിയെ സംബന്ധിച്ച് പുതിയൊരനുഭവമായിരുന്നു. അവളും അത് എൻജോയ് ചെയ്തു. പതിയെ പതിയെ അവരുടെ ചാറ്റിംഗ് ഫേസ്ബുക്കിലൂടെയായി. അവർക്കിടയിലുള്ള ബന്ധം ദൃഢമായതോടെ 2015 തുടക്കത്തിൽ ജിപ്സി ഒരു വെളിപ്പെടുത്തൽ നടത്തി. അന്നേ വരെ ജിപ്സിക്കും അവളുടെ അമ്മ ഡിഡിക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടി അറിഞ്ഞിരിക്കുന്നത്. അമ്മ പറഞ്ഞു നടക്കുന്നത് പോലുള്ള ഒരു അസുഖവും എനിക്കില്ല. വീൽ ചെയറിന്റെ സഹായമില്ലാതെ എനിക്ക് നടക്കാനും ഓടാനുമെല്ലാം കഴിയുമെന്നും അമ്മ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമായിരുന്നു ജിപ്സി നിക്കോളാസിനോട് പറഞ്ഞത്. കഴിഞ്ഞ 16 വർഷമായി വീൽ ചെയറിലിരുന്ന് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പറയുന്നത് തനിക്ക് ഒരു അസുഖവുമില്ല എന്ന്. അത് നിക്കോളാസിനെ ശരിക്കും ഞെട്ടിച്ചു. യഥാർത്ഥത്തിൽ അസുഖം അമ്മയ്ക്കാണെന്നും തനിക്കല്ല എന്നുമാണ് ജിപ്സി പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ കൊണ്ട് നടക്കാൻ കഴിയുമെന്ന് ജിപ്സി ഡിഡിയോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ നിനക്ക് മസ്കുലാർ ഡിസ്ട്രോഫി എന്നൊരു അസുഖമുണ്ടെന്നും വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, അത് നിന്റെ ജീവനെ തന്നെ ബാധിക്കുമെന്നെല്ലാം പറഞ്ഞ് ഡിഡി ചെറുപ്പത്തിൽ തന്നെ ജിപ്സിയെ പേടിപ്പിച്ചിരുന്നു. ഇനിയെങ്ങാനും ജിപ്സി എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചാൽ ഡിഡിയുടെ വക ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടിവരും. ഇല്ലാത്ത അസുഖം പറഞ്ഞ് പല ഡോക്ടേഴ്സിനെയും കാണിച്ച് നിരവധി മരുന്നുകൾ കഴിപ്പിച്ചു. ആ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കാരണം തന്നെ മറ്റു പല അസുഖങ്ങളും വന്നു. 2007 ഒരു ന്യൂറോളജിസ്റ്റ് ജിപ്സിക്ക് മസ്കുലർ ഡിസ്ട്രോഫിയുടെ ഒരു ലക്ഷണവുമില്ല എന്നും അവളെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നും കണ്ടെത്തിയതാണ്. എന്നാൽ ഡിഡി പിന്നീട് തന്നെയും കൊണ്ട് ആ ഡോക്ടറിനെ കാണാൻ പോയിട്ടില്ല എന്നും ജിപ്സി പറയുന്നു. മറ്റുള്ളവരുടെ സഹതാപവും ശ്രദ്ധയും പിടിച്ചുപറ്റുക, ചാരിറ്റിയിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുക, ഇത് മാത്രമായിരുന്നു തന്റെ അമ്മയുടെ ലക്ഷ്യമെന്നും അതിനുവേണ്ടി എന്നെ ഇവിടെയിട്ട് നരകിപ്പിക്കുകയാണ്, എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണം, അതിന് നീ എന്നെ സഹായിക്കണം എന്നെല്ലാമായിരുന്നു ജിപ്സി നിക്കോളാസിനോട് പറഞ്ഞത്. ജിപ്സിയുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയ നിക്കോളാസ് അവളെ സഹായിക്കാൻ തീരുമാനിച്ചു. ഇരുവരും ഒരുമിച്ച് വളരെ കാലമായി ചാറ്റ് ചെയ്യാറുണ്ടെങ്കിലും അവരിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യം നേരിട്ട് കാണാം, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാമെന്നാണ് നിക്കോളാസ് ജിപ്സിയോട് പറഞ്ഞത്. എന്നാൽ ഡിഡി ജിപ്സിയെ തനിച്ചു വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. അതിനാൽ നേരിട്ട് കാണുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഒരവസരത്തിനായി അവർ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ 2015 മാർച്ചിൽ ഡിഡി ജിപ്സിയെയും കൊണ്ട് ഒരു സിനിമയ്ക്ക് പോവാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ ജിപ്സി തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞ് നിക്കോളാസിന് ഒരു മെസ്സേജ് അയച്ചു. അന്ന് ആ തിയേറ്ററിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടത്. സിനിമയ്ക്കിടയിൽ ടോയ്ലറ്റിലേക്ക് പോവാനായി ജിപ്സി പുറത്തിറങ്ങി. എന്നാൽ ഡിഡി അവളുടെ കൂടെ പോയില്ല. ഈ അവസരം നോക്കി നിക്കോളാസും പുറത്തിറങ്ങി. അവിടെ വെച്ചാണ് ഇരുവരും ആദ്യമായി നേരിട്ട് സംസാരിച്ചത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി ജിപ്സി നിക്കോളാസിനെയും വിളിച്ച് ടോയ്ലറ്റിനകത്തേക്ക് പോയി. അവിടെ വെച്ച് അവൾ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. മാത്രമല്ല ഇരുവരും സെക്സിലേർപ്പെടുകയും ചെയ്തു. ഇതോടെ ജിപ്സി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട നിക്കോളാസ് എന്തു ചെയ്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു. എന്നാൽ ജിപ്സിയുടെ പ്ലാൻ നിക്കോളാസിന്റെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. അമ്മ ജീവനോടെയുള്ള കാലം നമുക്കൊരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും അതിനാൽ അമ്മയെ കൊല്ലുക മാത്രമാണ് ഏക മാർഗമെന്നുമാണ് ജിപ്സി പറഞ്ഞത്. നിക്കോളാസ് ആദ്യമൊന്ന് പതറിയെങ്കിലും ജിപ്സിയോടുള്ള അടുപ്പം അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരുന്നു. എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് നിക്കോളാസ് സമ്മതിച്ചു.
പറ്റിയ ഒരു അവസരത്തിനായി വീണ്ടും ഒരു 3 മാസം കൂടി അവർ കാത്തിരുന്നു. അങ്ങനെയാണ് 2015 ജൂൺ 10 കൊലപാതകം നടത്താൻ അവർ തീരുമാനിച്ചത്. അന്ന് രാത്രി ഡി ഉറങ്ങിയതിനു ശേഷം നിക്കോളാസ് ആ വീട്ടിലെത്തി. ഒരു വീൽ ചെയറിന്റെയും സഹായമില്ലാതെ ജിപ്സി എഴുന്നേറ്റ് വന്ന് നിക്കോളാസിനായി വാതിൽ തുറന്നുകൊടുത്തു. ആ സമയം അവളുടെ കയ്യിൽ ഒരു ഡക്ട് ടേപ്പും ഒരു ജോഡി ഗ്ലൗസും ഒരു കത്തിയും ഉണ്ടായിരുന്നു. അതവൾ നിക്കോളാസിന് കൊടുത്തതിനു ശേഷം ഡി നിലവിളിക്കുന്നത് കേൾക്കാതിരിക്കാനായി ബാത്റൂമിനകത്ത് പോയി ചെവി പൊത്തിയിരുന്നു. ഡിയുടെ റൂമിലെത്തിയ നിക്കോളാസ് അവരുടെ വായും കൈകാലുകളും ഡക്ട് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചതിനു ശേഷം കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ആഴത്തിലുള്ള 17ഓളം മുറിവുകളായിരുന്നു ഡിയുടെ ശരീരത്തിൽ നിന്നും മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയത്. കൊലപാതകത്തിനു ശേഷം ജിപ്സിയുടെ റൂമിൽ വെച്ച് അവർ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. പോകുമ്പോൾ അവിടെയുള്ള ആഭരണങ്ങളും പണവുമെല്ലാം അവർ എടുത്തിരുന്നു. അതിനാലാണ് മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് ഇത് എന്ന് പോലീസുകാർക്ക് ആദ്യം സംശയം തോന്നിയത്. അവിടെ നിന്നും വിസ്കോൺസിനിലുള്ള നിക്കോളാസിന്റെ വീട്ടിലേക്കാണ് ഇരുവരും പോയത്. 4 ദിവസത്തിനു ശേഷം ഫേസ്ബുക്കിൽ ആദ്യത്തെ പോസ്റ്റ് ഇട്ടത് ജിപ്സി തന്നെയായിരുന്നു. പക്ഷേ നിക്കോളാസ് ആയിരുന്നു ആ പോസ്റ്റിന് താഴെ വന്ന കമന്റിന് റീപ്ലൈ കൊടുത്തത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജിപ്സിക്ക് യാതൊരു അസുഖവുമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന കാഴ്ച അവളുടെ ഫാമിലി മെമ്പേഴ്സും സുഹൃത്തുക്കളുമെല്ലാം ഒരു ഞെട്ടലോടെയാണ് കണ്ടത്. പ്രതികൾ 2 പേരും കുറ്റസമ്മതം നടത്തിയെങ്കിലും വിചാരണ നീണ്ടുപോയി. നിക്കോളാസിന് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വിചാരണ നടപടികൾ നീണ്ടുപോവാൻ കാരണം. മിസൗറി സ്റ്റേറ്റിലെ നിയമപ്രകാരം ഈ കേസിൽ വധശിക്ഷ നൽകാൻ കഴിയുമായിരുന്നുവെങ്കിലും പ്രതികളുടെ ജീവിത സാഹചര്യങ്ങൾ പരിഗണിച്ച് കോടതി വധശിക്ഷ ഒഴിവാക്കി. ജിപ്സി ബ്ലഞ്ചാർഡിന് 10 വർഷവും നിക്കോളാസിന് 25 വർഷവുമാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. ജിപ്സിയോടുള്ള അന്ധമായ പ്രണയമാണ് ഈ കൊലപാതകം നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നും കൊലപാതകത്തിന് ശേഷം ജിപ്സിയോടൊപ്പമുണ്ടായിരുന്ന ആ 4 ദിവസങ്ങൾ എനിക്കെന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതാണ് എന്നും പിന്നീട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിക്കോളാസ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ജയിലിലായതിനു ശേഷം ജിപ്സിക്ക് നിക്കോളാസിനോടുള്ള ഇഷ്ടം കുറഞ്ഞു. നിക്കോളാസിനെ ഈ അവസ്ഥയിലെത്തിച്ചതിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിലും അവന് മുന്നിൽ ചോയ്സ് ഉണ്ടായിരുന്നുവെന്നും വേണമെങ്കിൽ അവൻ ഈ കൊലപാതകം നടത്താതെ പിന്മാറാമായിരുന്നു എന്നെല്ലാമാണ് ജിപ്സി ആ അഭിമുഖത്തിൽ പറഞ്ഞത്. 2023 ഡിസംബർ 28 ജയിൽ മോചിതയായ ജിപ്സി റയാൻ സ്കോട്ട് ആൻഡേഴ്സൺ എന്ന ഒരു സ്കൂൾ ടീച്ചറിനെ വിവാഹം കഴിച്ചു. വെറും 4 മാസത്തിനകം 2024 ഏപ്രിലോടെ അവർ ഡിവോഴ്സ് പെറ്റീഷനും ഫയൽ ചെയ്തു. ഇന്ന് ജിപ്സി ബ്ലഞ്ചാർഡ് അമേരിക്കയിലെ ഒരു സെലിബ്രിറ്റി കൂടിയാണ്. ഫാക്ടീഷ്യസ് ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഒരു മാനസിക രോഗമായിരുന്നു ജിപ്സിയുടെ അമ്മ ഡി ബ്ലഞ്ചാർഡിനുണ്ടായിരുന്നത്. സഹാനുഭൂതിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനും വേണ്ടി ഒരാളെ അനാവശ്യമായി കെയർ ചെയ്യുന്നതാണ് ഇത്തരക്കാരുടെ രീതി. പ്രധാനമായും ഈ അസുഖമുള്ളവരുടെ മക്കളാവും ഇരകളായി മാറുക. ഈ കേസിൽ ഡി ബ്ലഞ്ചാർഡിന്റെ അസുഖം എക്സ്ട്രീം ലെവലായിരുന്നു. കുറച്ചുകാലം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ജിപ്സിയുടെ മരണത്തിലെ അത് അവസാനിച്ചിട്ടുണ്ടാവുമായിരുന്നുള്ളൂ. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.